വെൽക്കം ടു കാട്ടൂസ് കിച്ചൺ. എല്ലാവർക്കും കാട്ടൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോ, നാട്ടിലും ഭയങ്കര ചൂടാന്ന് അമ്മ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അമ്മയും സിസ്റ്ററും ഒക്കെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, ചൂടൊക്കെ അല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇറച്ചി ഇല്ലാതെ ഒരു ഇറച്ചിക്കറിയല്ല, ഇറച്ചി റോസ്റ്റ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സോയ ചങ്ക്സ് അത് വെച്ചാണ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇറച്ചി കൂട്ടാത്ത, നോൺ വെജ് കൂട്ടാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ ഞങ്ങളിവിടെ സാറ്റർഡേ മറ്റേ മൺഡേ, തിങ്കളും ശനിയും തിങ്കളും 2 ദിവസം ഞങ്ങൾ കൂട്ടത്തില്ല. പിന്നെ അമാവാസി അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ, അതൊന്നും അന്നേരം ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് ഇറച്ചിയാന്ന് വിചാരിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിന്നൊരു ഇറച്ചി റോസ്റ്റ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരൂ കൂട്ടുകാരെ. ഇതിലേക്ക് ആദ്യമായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. സോയ നന്നായിട്ടൊന്ന് 2-3 തിളച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. വേറൊരു പാത്രത്തിലോട്ട് അരിച്ചിട്ട് എടുക്കണം. ഇതിനൊരു സ്മെല്ലുണ്ട്, ആ സ്മെല്ലൊന്ന് പോയി കിട്ടണം. ഒരു 2 മിനിറ്റിനകത്ത് കിടന്നൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റിയിട്ട് ഒരു 3-4 പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനൊരു വല്ലാത്തൊരു സ്മെല്ലുണ്ട്, ആ സ്മെല്ല് നമുക്ക് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അടുത്തായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിടത്തില്ല ഇതിനകത്തോട്ട് നീളത്തിലരിഞ്ഞ് സവാള, ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ശകലം ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ നീളത്തിലരിഞ്ഞ് 3 പച്ചമുളക് ഇടുന്നുണ്ട്. ഉള്ളി ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. ഞാനിവിടെ 1/4 കിലോ സോയ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. സവാള ഒത്തിരി വെന്തങ്ങ് ഇതാകണ്ട, ബ്രൗൺ കളറൊന്നും ആകണ്ട. നമുക്കിതിനകത്തോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം. ആദ്യം ഇതിനകത്തോട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അടുത്തതായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാമേ. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളി ഇവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായി ഒന്ന് വെന്തുടയണം. മസാല ഇവിടെ അങ്ങനെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. സോയ ഇട്ട് കൊടുക്കാം. സോയ ഇട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ മാത്രം ഞാൻ ശകലം ഉപ്പിട്ടതേ ഉള്ളായിരുന്നു, പിന്നെ ഉപ്പിട്ടില്ലായിരുന്നു. ഇപ്പം ഞാനൊന്ന് സിമ്മിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കൊണ്ടൊക്കെ ഇടണം, കൂടിപ്പോയെങ്കിൽ കഴിക്കും. നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാമേ. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സിമ്മിൽ വെച്ച് 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം.
5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളം, ഈ ആവി വെള്ളം ഇതിനകത്തോട്ട് തന്നെ അങ്ങ് ഒഴിക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇച്ചിരി കൂടെ ഒന്ന് ആകാനുണ്ട്. നല്ലപോലെ ശകലം കൂടെ ഒന്ന് ഫ്രൈ ആകട്ടെ. നമുക്ക് ഫ്ലെയിം സിമ്മിൽ വെച്ചൊന്ന് ചിക്കി തോർത്തി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ അങ്ങനെ സോയ കൊണ്ടുള്ള ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ശകലം പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റിലാണ് ഇടുന്നത്. ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടൂടെ സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഇറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒന്നും കൂടെ നോക്കും. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.